ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി MLA അമാനത്തുള്ള ഖാനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. വഖഫ് ബോർഡ് കേസിലാണ് നടപടി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടർന്നു വരികയായിരുന്നുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു നേതാവിനെ കൂടി MLA ആയ അമാനത്തുള്ള ഖാനെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസിലാണ് അമാനത്തുള്ള ഖാനെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിനായി അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരായിരുന്നു. 9.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ED അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരവധി തവണ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട സമൻസ് അയച്ചിരുന്നെങ്കിലും അമാനത്തുള്ള ഖാൻ ഹാജരായിരുന്നില്ല. തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇന്ന് EDക്ക് മുന്നിൽ അമാനത്തുള്ള ഖാൻ ഹാജരായത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി അമാനത്തുള്ള ഖാൻ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അത് ലഭിച്ചില്ല. തുടർന്ന് ചോദ്യം ചെയ്യലിനായി ഹാജരാകുകയായിരുന്നു. നേരത്തെ CBI രജിസ്റ്റർ ചെയ്ത കേസ്, ഒപ്പം തന്നെ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളുമുണ്ട് വഖഫ് ബോർഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട്. അതിൽ 32 പേരെ അനധികൃതമായി നിയമിച്ച കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ CBI രജിസ്റ്റർ ചെയ്ത കേസിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ED അന്വേഷിച്ചു വരികയും പ്രാഥമികമായി അമാനത്തുള്ള ഖാൻ കള്ളപ്പണ ഇടപാട് നടത്തിയതായി കണ്ടെത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് രാഷ്ട്രീയ പകപോക്കൽ എന്ന പ്രതികരണം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും പ്രാഥമികമായി ഉണ്ടായിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.